ആഗമനകാലം. പ്രത്യാശയോടെ ഒരുങ്ങുന്ന ചക്രവർത്തിയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ കാലം. ആ കാലത്തിലെ പരൂസിയ ചക്രവർത്തിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. നാം അനുരഞ്ജന കൂദാശയുടെ ധ്യാന ചിന്തകളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഒരു വൈദികൻ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ചിലരൊക്കെ ചില വൈദികരോട് കുമ്പസാരിക്കാൻ പോകുന്നതായി കാണുന്നില്ല, തടസ്സങ്ങൾ നേരിടുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ചില വൈദികർ പങ്കുവച്ച യാഥാർത്ഥ്യം കൂടെയാണ്. വികാരിയച്ഛന്മാരെടുത്ത് കുമ്പസാരിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന ഇടവക ജനങ്ങളുണ്ട്. ഇങ്ങനെ വൈമുഖ്യം കാണിക്കുന്ന നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ അനുരഞ്ജന കൂദാശ ഉളവാക്കുന്ന ഫലങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് ഇന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആദ്യ കുർബാന സമയത്ത് നല്ല കുമ്പസാരത്തിനായി തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 5 എന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിട്ടുള്ളത്. 1, പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കുക. 2, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. 3, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 4ഉം 5ഉമാണ് വൈദികനോട് ചെയ്ത പാപങ്ങൾ അറിയിക്കുക, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം ചെയ്യുക. ഈ വൈദികൻ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നു. ആരാണ് ഈ വൈദികൻ? വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നോട് കരുണ ചോദിക്കുന്ന ഒരുവന്, അവൻ എത്ര വലിയ പാപിയായിരുന്നാൽ പോലും, എത്ര വലിയ മഹാപാപിയായിരുന്നാൽ പോലും അവന്റെ പാപം ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അവനോട് കരുണ കാണിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ വലിയ രഹസ്യം കർത്താവ് ഫൗസ്റ്റീനയോട് വീണ്ടും അല്പം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റൊരു അവസരത്തിൽ. ആരാണ് കരുണ ചോദിച്ചു വരേണ്ടത്? അല്ലെങ്കിൽ കരുണ ചോദിച്ചു വരേണ്ട ഏറ്റവും പറ്റിയ മാർഗം ഏതാണ്? കർത്താവ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു, കരുണയുടെ കൂടാരം, കരുണയുടെ സിംഹാസനം, അത് കുമ്പസാരക്കൂട്, കുമ്പസാരം. കർത്താവ് തുടരുന്നു, കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് ഒരു വൈദികനല്ല, ഞാനാണ്. ഒരു പാപി എൻ്റെ അടുത്ത് അവന്റെ പാപങ്ങളെല്ലാം പറഞ്ഞ് മനസ്തപിച്ച് വരുമ്പോ അവന്റെ പാപമെല്ലാം ഞാൻ കഴുകിക്കളയുക മാത്രമല്ല, എന്നിലൂടെ പുറപ്പെടുന്ന ഈ കരുണയുടെ ചിത്രം വരയ്ക്കാനായി ഫൗസ്റ്റീനയോട് പറഞ്ഞ കർത്താവ് പറയുകയാണ്, ആ കരുണയുടെ ചിത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ചുവന്ന രശ്മി, വെള്ള രശ്മി, അത് പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നതിൻ്റെയും അഭിഷേകത്താൽ ജ്വലിപ്പിക്കുന്നതിൻ്റെയും അടയാളമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് വൈദികൻ അല്ല കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത്, എൻ്റെ യേശുവാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ പറയാൻ പോകുന്നത് എൻ്റെ യേശുവപ്പനോടാണ്. അതുകൊണ്ട് ഏത് വൈദികനായാലും അത് യേശുവപ്പനാണ് എനിക്ക്. എൻ്റെ വികാരിയച്ഛനോ അല്ലെങ്കിൽ ഏത് വൈദികനോ ആയിരുന്നാലും എനിക്കത് എൻ്റെ യേശുവപ്പനാണ്. യേശുവിനോട് പറയുന്ന ആ ഒരു വലിയ തുറന്ന മനോഭാവത്തോടുകൂടെ നമുക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് നടന്നെടുക്കാം. അങ്ങനെ അമൂല്യമായ കുമ്പസാരം
നമ്മുടെ ജീവിതത്തിൻ്റെ അമൂല്യമായ സ്വത്താക്കി കണ്ടുകൊണ്ട് സമ്പൂർണ്ണ കുംഭസാരം തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായ നിധിയാണ് എന്ന സത്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായി ഈ പരൂസ്യ ദിവസം കാലഘട്ടം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.